ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഖമേനിയുടെ ഉത്തരവ്. ബുധനാഴ്ച രാവിലെ ഇറാനിന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമേനി പങ്കെടുത്തിരുന്നു. ഈ അടിയന്തര യോഗത്തിലാണ് ഖമേനിയുടെ ഉത്തരവ്. ഹനിയയുടെ ഇറാൻ സന്ദർശനത്തിനിടെയുള്ള മരണം നിരവധി ആശയക്കുഴപ്പങ്ങൾ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇറാനിന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റസിയുടെ അപകട മരണം പോലും ഇതോടൊപ്പം ചേർത്ത് വായിക്കപ്പെടുന്ന സാഹചര്യം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് 10 മാസങ്ങൾക്കിപ്പുറം ഈ സംഭവവികാസങ്ങൾ ഇരു പ്രദേശങ്ങളുടെയും അന്തരീക്ഷത്തെ കൂടുതൽ നിലതെറ്റിക്കുകയാണ്. ഇതോടൊപ്പം ലെബനനിലെ സംഘട്ടനങ്ങളും. ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ ഇറാനിന്റെ നിർണായക പ്രതികരണം ഇസ്രായേലിനെ മാത്രമല്ല, ലോകത്തെ തന്നെ ഞെട്ടിച്ചു. മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമായി ഇത് കാണപ്പെടുമെന്ന് യുഎന്നിലെ ഇറാൻ പ്രതിനിധി അമീർ സയ്യിദ് ഇറവാനി യുഎൻ രക്ഷാസമിതിയിൽ പറഞ്ഞു. ഇസ്രായേലിനെ നേരിട്ട് തിരിച്ചടിക്കാൻ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ഉത്തരവിട്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാൻ പ്രതിനിധിയുടെ ഈ പ്രഖ്യാപനം. ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ തെഹ്റാന് നിർദ്ദേശം നൽകിയതായി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഹനിയയെ വകവരുത്തിയതിന് ഇസ്രായേലിന് മറുപടി നൽകേണ്ടത് തങ്ങളുടെ കടമയാണെന്നും ഈ കൊലപാതകം കടുത്ത തിരിച്ചടികൾക്ക് വഴിവെച്ചു എന്നുമാണ് ഖമേനി പറഞ്ഞത്. അപ്പോൾ അടുത്ത തിരിച്ചടികളുടെ പരമ്പര തുടങ്ങുന്നു. എത്ര വ്യക്തതയില്ലെങ്കിലും പ്രതികാര നടപടികൾക്ക് ഇറാൻ സജ്ജം.